എങ്ങനെയുണ്ട്? ശരി. മണവാളൻ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ഷാലുവിനെ സർപ്രൈസ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ഒരു കായലിന്റെ ഓരത്ത് നമ്മൾ ഇവന്റിന്റെ സെറ്റൊക്കെ ഇട്ടിട്ട് നല്ല കോസ്റ്റ്യൂമിലാണ് നമ്മളിങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പോണത്. അപ്പൊ ഇതൊന്നും ഷാലുവിന് അറിയില്ല. ഷാലുവിനോട് ഒരു ഷൂട്ട് ഉണ്ട്, വേഗം വായോ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയേക്കാണ്. കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. ഷാലിനോട് കുറച്ച് നേരത്തെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഷാലിന് ഒരുക്കാനുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാലിയുടെ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അതാ കോസ്റ്റ്യൂമൊക്കെ ഇവിടെ നമ്മളിതാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കുള്ളത് അതുപോലെ ഷാലിനൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ റോയലി ഡേഡപ്പാളുള്ള ഷോപ്പിൽ നിന്നാണ് നമുക്ക് രണ്ടാൾക്കുള്ള കോസ്റ്റ്യൂം സെറ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഷാലുവിനെ വന്ന് ഇപ്പോൾ എത്താറായിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞ് നേരെ ഒരുക്കാൻ കയറ്റും. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് പേര് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരുമിച്ച് പോവുക. കുറച്ച് പേര് നേരെ ആ കായലിൻ്റെ ലൊക്കേഷനിലേക്ക് 4 മണിക്കാണ് നമ്മുടെ ലൊക്കേഷൻ വരും. നേരെ ലൊക്കേഷനിലേക്ക് വരും. ഒന്ന് നേരെ ഈ ഷാലു വന്നിട്ട് അവളെ ഒരുക്കണം ഇതൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷാലു എത്തിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ ഷാലു എത്തിയിട്ടുണ്ട്. ഇന്നപ്പോ നമ്മുടെ ഷൂട്ട് ചെയ്യാൻ പോവല്ലേ? അപ്പൊ ഇന്ന് വെറൈറ്റി ഷൂട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു ബ്രൈഡൽ ഷൂട്ടാണ്. ബാ നടക്ക്. അപ്പൊ ഇന്ന് ഒരുങ്ങണം, റെഡി ആവണം. അന്നെ ഒരുക്കാനൊക്കെ ആളെത്തിയിട്ടുണ്ട്. വാങ്ങണ്ട്. ഇന്ന് സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ്. പക്ഷെ അതിന് നേരെ മേലെ നമ്മുടെ ഒരുക്കണ അടുത്ത് കൊണ്ടാക്കിയിട്ട് ഒരുക്കിയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഒരുക്കിയിട്ടുള്ള റിവ്യൂ ഇപ്പൊ ഏകദേശം ഒന്ന് കണ്ട എങ്ങനെയാന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെയുള്ള ആളെ ഞാൻ ഒരുക്കിയിട്ട് മൊത്തം എന്ത് ചെയ്ത് ചേഞ്ച് ആക്കാൻ പോവാണ്. വാ ചിലപ്പോ ഇന്ന് തന്നെ ചിലപ്പോ കല്യാണം കഴിച്ചത് വരും. അപ്പൊ ഷാലുവിനെ നമ്മൾ ഒരുക്കാൻ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനും നേരം കളഞ്ഞില്ല. ഞാനും ഇനി റെഡി ആയിട്ടുള്ള ലുക്കിൽ വരാം. അപ്പൊ ഇനി ഒരുങ്ങിയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മള് റെഡി ആയി കഴിഞ്ഞു. സൽജോ കുളിനാസോടെ എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ലേ? അപ്പൊ അടിയിൽ ആരൊക്കെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സ് മാറുന്നതിന്റെ ഇടയിൽ ഇനി അത് അപ്പൊ ഫ്രണ്ട്സ് ആരെ വന്നിട്ടുണ്ട് നോക്കി നോക്കാം. ഷാലിന് റെഡി ആയി കഴിഞ്ഞു നോക്കണം. ബാ എങ്ങനെയുണ്ട്? ഷാല ഒരുങ്ങി ഇറങ്ങിട്ട് തോന്നുന്നു. പോയോക്കട്ടെ. ഞാൻ ആരൊക്കെ ഒന്നുണ്ടോ നോക്കട്ടെ. ആരൊക്കെ ഒന്നുണ്ട്? സ്നേഹ എന്ത് വിശേഷം? അടിപൊളിയുണ്ടാ? അതെ സ്നേഹ അടിപൊളിയെന്ന് പറയണത്. ആരൊക്കെ ഇപ്പൊ വന്നേക്ക് നോക്കിയേ. കോഴിക്കോട് ദേവനന്ദാ ചന്തല്ല കളറായിട്ടുണ്ട് ഈ മെൽക്കോ. നമ്മുടെ കേരളത്തിൽ തന്നെ 4ാമതായിട്ട് ഡയമണ്ട് ബട്ട അടിച്ചതാ. മഹത്ത് വ്യക്തിയാണ്. അത്രയും വലിയ ആള് നമ്മുടെ പരിപാടിക്ക് വന്നേക്കാണ്. ഇത് നമ്മുടെ വിജയം. നമ്മുടെ പഴയ എക്സ് മാനേജർ മുല്ല ഒമ്പോ ഫോറിൻ ടച്ച് ലുക്കിൽ വന്നിട്ടുണ്ടല്ലേ. എന്താ കണ്ടിട്ട് മനസ്സിലാവണില്ല എന്നെ. സോയിലെ വർഷത്തില് 8 കോടി ടേൺ ഓവറുള്ളൊരു ബിസിനസിന്റെ ഉടമയാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? പൊളിക്കണ്ട നമുക്ക്. പിന്നെ തകർക്കും. ഓക്കെ ഷാലു റെഡി ആയിട്ട് നോക്കിട്ട് വരാം. നമുക്ക് റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി തുറന്നു നോക്കിയതാണ് ഗൈസ്. ഞാൻ ഷോക്കായി. അത്രയും ബോധം പോയി കിളി പറഞ്ഞ് കാണിച്ചു തരാം. അടിപൊളി കലക്കൻ കിടുക്കി. നേരത്തെ എക്സൈറ്റ്മെന്റ് ഷോക്ക് ഇത് കിട്ടിയില്ല. അപ്പൊ വീഡിയോ ഓൺ ആക്കിണ്ടായിരുന്നു. ഞാൻ റെഡി ആണെന്ന് വേറെ തുറന്നു നോക്കിയത്. അപ്പൊ എന്നെ ഞാന് എന്തത് സാധനം കസറിയുണ്ട്. സൂപ്പർ. ബാ പോവാ. അങ്ങനൊന്നുമില്ല. അത് സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുമോ ഈ സാധനം കിട്ടിട്ട്? എങ്ങനെയുണ്ട്? ഞാനും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. നൈസായിട്ടില്ലേ? വാ അപ്പൊ നമുക്ക് ഇനി ഷൂട്ടിന് പോവാ അല്ലേ? പെട്ട ഫോട്ടോസ് എടുക്കണം ഗൈസ്. അപ്പൊ ഒരാളും കൂടി എത്തി നമ്മൾ ഇറങ്ങാൻ നിൽക്കായിരുന്നു. ആരാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞെട്ടും ആളാരാന്ന് കണ്ടാല്.
അപ്പൊ എന്തിനാ വന്നേക്കണത് തങ്കോ? എന്തോ പരിപാടി ഉണ്ട്. വിളിച്ചു. അപ്പൊ തങ്കു നേരെ വന്നു. എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. വിളിച്ചപ്പോ നേരെ വന്നു അല്ലേ? അതാണ് തങ്കുവിന്റെ സ്നേഹം. എന്തായാലും പരിപാടി ഉണ്ട്. പരിപാടി നമ്മൾ വിളിക്കണ്ടേ? അതാണ്. അപ്പൊ വാ വണ്ടി എടുത്ത. തങ്കു കാറൊക്കെ ഓടിക്കാൻ പഠിച്ചു. അതിന്റെ അടിപൊളി വീഡിയോ ഒക്കെ തങ്കുന്റെ ഇറങ്ങിയിട്ടുണ്ട്. കാറിന്റെ സ്റ്റണ്ട് ചെയ്തതിന്റെ ഇടിച്ച വീഡിയോ അതന്നെ. കാരണം സ്റ്റണ്ട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും പൊളി ഡ്രൈവറാണ്. യെസ്, പാലക്കാട് നിന്ന് ഒറ്റക്ക് വണ്ടി ഓടിച്ച് വന്നേക്കാണ്. അത്രയും പറയാനില്ല. മുല്ല ഇതിൽ കയറിക്കോ തങ്കുവിന്റെ കമ്പനിക്ക് കയറിക്കോ. ബാ നമ്മളൊപ്പം വരട്ടാ. നമ്മള് കാറിൽ പോവാണ്. ഒപ്പം തങ്കുണ്ടാവും. തങ്കു ഡ്രൈവ് ചെയ്തിട്ട് ക്രേസി ഡ്രൈവർ ഫ്രണ്ടിൽ കയറിക്കോ. ആ പറ്റും. അപ്പൊ എന്നാ ശരി, ഞാൻ പോവാണ്. ആ ഓക്കെ ശരി. ഓക്കെ ആ റിങ് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? പോണ്ടില്ലേ? എങ്ങനെയുണ്ട്? ആർക്കറിയില്ല. ഇല്ല ഗൈസ്, നമ്മൾ പോവാണ്. അല്ല ഫ്രണ്ട്സൊക്കെ എല്ലാരും ഇതാ വണ്ടിയിൽ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതാ ബാക്കിൽ പോവാണ്. കമോൺ. അപ്പൊ ഗൈസ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവം നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ആ അവിടെ എല്ലാവരും നിൽക്കണ്ടല്ലോ. അമ്പോ സംഭവം ഇതാണ് നമ്മുടെ സെറ്റ്. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊള്ളാം. അപ്പൊ ഇവിടെ ഒരു നമ്മുടെ ബോർഡൊക്കെ കാണാണ്ട് മണവാട്ടി വില്യു മാരിമി എന്നുള്ളത്. ഇതവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതെ, എന്താ തങ്കു ഇവിടുത്തെ സെറ്റിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? നല്ല എഫേർട്ട്. സർപ്രൈസ് ആവും ഇത് കണ്ടാല്. അതെ നല്ല എഫേർട്ട് ടീച്ച് ചെയ്തിരിക്കണം തോന്നുന്നു. നല്ലൊരു ചെറുക്കനാണ് നീ. അതല്ലേ, ഞാൻ നല്ല ചെറുക്കനാണ് അല്ലേ? താങ്ക് യു. വിളിച്ചു സെറ്റ് കൊള്ളാം, പൊളി. ഇത് നമ്മുടെ പുതിയ ഫ്രണ്ട് ഇപ്പൊ ഇവിടെ എത്തിയതാണ്. അമ്മു തന്നെ പേര്. അമ്മുകുട്ടി എന്താ അഭിപ്രായം? അടിപൊളി. ഇനി എല്ലാരും ഒരുമിച്ച് ചോദിക്കാം. വളരെ നീണ്ടു പോകും. കാൻഡിൽ ലൈറ്റ് അല്ല, ഇനി നമ്മളേ ശാലുവിന് ഇത് അറിയില്ല. നമ്മള് ചെയ്യാൻ പോണത് കണ്ണു പൊത്തി. ഇപ്പൊ ആക്കണ്ട. കണ്ണു പൊത്തി കണ്ണു തുറക്കുമ്പോ സർപ്രൈസ്. സർപ്രൈസ് അപ്പൊ നമുക്ക് ഇത്ര നല്ലൊരു സംഭവം സെറ്റ് ചെയ്ത് തന്നത് നമുക്ക് ഈ മച്ചാന്മാരാണ്. നമുക്ക് ഇതുപോലത്തെ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് ഇത്ര അടിപൊളിയാക്കി തന്നത്. അവരുടെ ഇവന്റിന്റെ പേര് വെഡ് വിങ്സ് എന്നാണ്. നമ്മുടെ ഇവന്റ് പേര്. ആർക്കെങ്കിലും ഇതുപോലത്തെ സെറ്റ് ഇടാനോ ഇല്ലെങ്കിൽ ഇതിൽ വെഡിങ്ങിന്റെ ഡെക്കറേഷൻ, സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ, പേജിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇനി ശാലുവിനെ കണ്ണ് പൊത്തിയിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് പ്രപ്പോസ് ചെയ്യാം. അവൾക്ക് ജസ്റ്റ് വെറുതെ ഷൂട്ടിന് വിളിച്ചെന്ന് തന്നെ അറിയുള്ളൂ. നേരെ അവളെ കൂട്ടിയിട്ട് വരാം. വാ. അപ്പോൾ ഗൈസ്, നമ്മൾ ശാലുവിനെ കാറിലുണ്ട്. ശാലുവിനെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ 4 മരങ്ങളൊക്കെ കാരണം അവിടെ എന്താണെന്ന് കാണില്ല. ഇവിടെ നിന്ന് കണ്ണ് പൊത്തിയിട്ട് കൊണ്ടുപോകാൻ പോവാണ്. അവളെ ഇറക്കിയിട്ട് എന്താണെന്ന് നമുക്ക് ബാക്കി കാണാം. ഇറങ്ങേ, എനിക്കൊരു ചെറിയൊരു സർപ്രൈസ് കൂടി ഉണ്ട്. വാ നിക്ക്, കണ്ണ് പൊത്ത്. ആ ഇല്ല, ഷൂട്ട് ചെയ്യുമ്പോ ഒന്നും കൊള്ളാവില്ല. വാ. ഗൈസ്, നിലത്ത് മണ്ണായ കാരണം ഇത് പേടിക്കണ്ട, ഞാൻ ഇല്ലേ കൂടെ. അതല്ലേ, ഇല്ല വീഴില്ലാന്ന്. എനിക്കൊരു സർപ്രൈസ് തരാനാന്ന്. മനസ്സിലായ? ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണ്? ഷൂട്ടിന്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ചിരിക്കാൻ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ആരൊക്കെയുണ്ട്? ഓക്കെ. ഈ സൗണ്ട് ഒക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടാ? ആരൊക്കെ സൗണ്ട് മനസ്സിലാക്കുന്ന തോന്നുന്നുണ്ടാ? ആരെ സൗണ്ടാ? നോക്കിയാ വാ. വാ ഇങ്ങോട്ട് വാ. മനസ്സിലായ എന്താന്ന്? വിൽ യു മാരി മീ? യെസ്. ഉറപ്പിച്ചു പറ.
ഓക്കെ ഓക്കെ ഇട്ടോട്ടെ, ഓർമ്മ ഉണ്ടോ അത്? ഇട്ടോട്ടെ. ഏതാ ഇത്? പോടാ, വേണ്ട, സമയായിട്ടില്ല എന്ന് പറയണത്. സമയായിട്ടില്ല. ആ തെറ്റാ, അതൊക്കെ തെറ്റാ, ഹറാമാണ്. കല്യാണത്തിന് മുന്നേ നോ, അതൊക്കെ ഹറാമെന്ന് പറയണത്. അങ്ങനെ നമുക്ക് ഒരു ചോദിച്ചോക്കെ, ഇനി എന്താ ഇത്ര നേരം എന്തായിരുന്നു റിയാക്ഷൻ ചോദിച്ചു നോക്കിയോക്കാം. എങ്ങനെ ഉണ്ട്, എന്തായിരുന്നു ഫസ്റ്റ് ഇവിടെ വന്നിട്ട് കണ്ണു പറഞ്ഞപ്പോ എന്റെ ഒരു ഇത് എന്താണ് ഇപ്പൊ എന്റെ ഒരു എന്ത് തോന്നി എനിക്ക്? ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ ഇക്ക ഇതിന്റെ ഒന്നും ഒരാളല്ല. ലൈക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഇങ്ങനെ സർപ്രൈസ് തരുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതല്ല. ഞാൻ സർപ്രൈസ് തരുന്ന ആളല്ലേ? അങ്ങനെയല്ല, സർപ്രൈസ് തരാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഇങ്ങനത്തതൊക്കെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സംബന്ധിച്ച ഇവിടെ നടക്കണല്ലേ, ഇത് ഫോറിനേഴ്സ് നടത്തുന്ന ഇവന്റാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് വെറൈറ്റി മാറ്റി പിടിക്കാൻ വേണ്ടിട്ടുള്ള സംഭവം നടത്തിയത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വേറെ കപ്പിൾസിന്റെ ഒക്കെ കാണുമ്പോ നല്ല അടിപൊളിയാന്നൊക്കെ. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തതാണ് ഇത്, അങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തത്. വെറും സ്നേഹം, എന്നോടുള്ള സ്നേഹാണ് ഇതിന്റെ ഉള്ളില് മൊത്തം. ഇത് തുറന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പൊ നമുക്ക് ഇത്ര ഈ സംഭവം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തത് 4 മണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ്. ബാക്കിൽ കായലുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ നല്ല ഇവന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നല്ല ആംബിയൻസ് ഉള്ള സ്പോട്ടാണ്. ഇവിടെ കയാക്കിങ്, വേറെ ഊഞ്ഞാൽ, അങ്ങനെ കുറെ ചെറിയ അപ്പുറത്തൊരു പാർക്ക് അങ്ങനെ ആയിട്ടുണ്ട്. പാർക്കിങ്ങിലും ഇതുപോലത്തെ ഇവന്റ് എന്തെങ്കിലുമൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഇപ്പൊ ഗൈസ് നമ്മളിവിടെ 4 മണിക്കാറ്റിൽ ഒരു ഊഞ്ഞാല കണ്ടിട്ടുണ്ട്. അപ്പൊ ഊഞ്ഞാലാട്ടാൻ പോവാണ്. ഇത് വെള്ളത്തിൽ മുങ്ങോ അപ്പൊ അവിടൊക്കെ? ശരി, ഇരിക്കി. പിടിച്ചിരുന്നോട്ടാ. വില്യം മാരിമി എന്റെ പേര് വരണ്ട്, മണവാട്ടി. അത് മാത്രല്ല ഡേറ്റ് വരണ്ട് 25/2/2025. അപ്പൊ നമ്മളുടെ ഈ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ തന്നെ വീണ്ടും തകർപ്പൻ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.